بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പൂനൂരിൽ ഈ ശബ്ദത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സംസം അബ്ദുറഹ്മാൻ സാഹിബ്, സ്വാഗത ഭാഷണം നിർവഹിച്ച സഹോദരൻ സാജിദ് പൂനൂർ, സ്റ്റേജിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിനെ ധന്യമാക്കുന്ന ജ്യേഷ്ഠാനികന്മാരെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെ ഒരു പ്രോജ്വലമായ വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനുള്ള കാരണം സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ സംസാരത്തിലും നിങ്ങൾ കേട്ടു. ആ വിഷയത്തിലേക്കുള്ള അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള സംസാരം ബഹുമാന്യനായ പണ്ഡിതൻ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഫൈസൽ മൗലവി പുതുപ്പറമ്പ് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരാനന്തരം ഇവിടെ സംസാരിക്കും. അതിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ ഒരു ഉദ്ഘാടന ഭാഷണം എന്ന നിലക്ക് ചില കാര്യങ്ങൾ പുനൂരിലെ മനുഷ്യരെ കേൾപ്പിക്കേണ്ടതുണ്ട്, നാടിനെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, സദസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന നിലക്കാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അധ്യക്ഷൻ തന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ എങ്ങനെയാണ് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച് മുന്നോട്ട് വന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് എത്തിക്കുക എന്നതാണ്. അവിടുന്ന് തുടങ്ങി ശാഖോപശാഖകളായ വ്യത്യസ്തമായ വിഷയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കാനുണ്ട്. ഒട്ടനവധി വിഷയങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ സമയബന്ധിതമായി എത്തിച്ച പ്രബോധന പാരമ്പര്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണങ്ങൾ നടക്കുന്ന സമയത്ത് കവലകൾ, മുക്കുമൂലകൾ, ഗ്രാമാന്തരങ്ങൾ നാം ആ വിഷയത്തെ ഓർമ്മിപ്പിക്കുകയും അതിൻ്റെ ഗൗരവത്തെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് മാത്രമല്ല, അത് പരമപ്രധാനമാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രബോധനവും ഈ പ്രസ്ഥാനത്തിനില്ല. പക്ഷെ നമ്മുടെ പുതിയ തലമുറ, ന്യൂജൻ എന്ന് പറയുന്ന തലമുറ, അത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മദിരാശിയുടെയും
അശ്ലീലതയുടെയും ആഭാസത്തിന്റെയും വൃത്തികേടിന്റെയും തോന്നിവാസത്തിന്റെയും താന്തോന്നിത്തത്തിന്റെയും പിറകെ കടന്നു പോകുമ്പോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സ്റ്റുഡൻസ് വിഭാഗം, അതിന്റെ യുവജന വിഭാഗമാകുന്ന യൂത്ത് വിങ് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, വീടുകൾ കയറിയിറങ്ങുന്നു, വ്യത്യസ്തമായ വിഷയങ്ങളിൽ ലഘുലേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ അത് ബോധിപ്പിക്കുന്നു. കവലകളിൽ പ്രത്യേകമായ പ്രദർശനങ്ങൾ നടത്തുന്നു. എന്തിനാണ് സഹോദരങ്ങളെ ഈ അർത്ഥത്തിൽ ജോലിയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗവും സ്റ്റുഡൻസ് വിഭാഗവും ഒക്കെ പഠിക്കുവാൻ എമ്പാടുമുണ്ടായിട്ടും തന്റെ മുമ്പിൽ കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്തങ്ങൾ ധാരാളമുണ്ടായിട്ട് അതെല്ലാം നിർവഹിക്കുന്നതോടൊപ്പം കിട്ടുന്ന സമയം സമൂഹത്തിലേക്ക് ഈ വിഷയത്തിന്റെ ഗൗരവതലങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത് എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി സാധാരണക്കാരായ ആളുകൾ, ഇവർക്ക് വേറെ പണിയില്ലേ? ആളുകളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ? പത്ര മീഡിയകൾ കാണുന്നവരും വായിക്കുന്നവരും കേൾക്കുന്നവരുമല്ലേ? ആളുകൾ എങ്ങനെ വിഷയങ്ങളെ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊള്ളും? എന്തിനാണ് ഇവർ ഇങ്ങനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. അവിടെ വിസ്ഡം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘത്തിന് ഒരൊറ്റ മറുപടിയേ പറയാനുള്ളൂ. നാം അറിഞ്ഞ സത്യത്തെ, നാം കേട്ട സത്യത്തെ, നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗരവതലങ്ങളായ അതിക്രൂരമായ അപകടങ്ങളെ, പ്രശ്നങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുവാൻ, ധർമ്മത്തിന്റെ ഈ സച്ചരിതമായ ഇസ്ലാമിന്റെ പാതയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, യുവതികളെ, യുവാക്കളെ, ന്യൂജൻ വിഭാഗത്തിൽപ്പെട്ട അനിയന്മാരെ, നിങ്ങളുടെ വഴി അപകടത്തിലേക്കാണ് എന്നവരെ ബോധ്യപ്പെടുത്തി കൃച്ചുവായ, നേരായ, തെറ്റാത്ത സിറാത്തുൻ മുസ്തഖീമായ ചൊവ്വായ പാതയിലേക്ക് അവരെ വിളിക്കുക എന്നത് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അനിയന്മാരോടും ജേട്ടന്മാരോടും പെങ്ങന്മാരോടും പൂനൂരിലെ മുഴുവൻ മനുഷ്യരോടും, അല്ല ഇത് സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്ന ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗത്തുള്ളവരോട്, ഈ സൊസൈറ്റിയോട് ഞങ്ങൾക്ക് നിർവഹിക്കുവാനുള്ള റെസ്പോൺസിബിലിറ്റി, അതാണ് നമ്മൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, യുവാക്കൾ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വിഭാഗം ഏറ്റവും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, 10-20 വർഷം പിറകിലേക്ക് പോയാൽ, എന്നെ കേൾക്കുന്ന പൂനൂരിൽ ഷോപ്പുകൾക്ക് മുന്നിൽ നിന്ന്, റോഡ് സൈഡുകൾക്ക് അരികിൽ നിന്നുകൊണ്ട് ഈ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന പൂനൂരിലെ നിവാസികളെ, നിങ്ങൾക്ക് സദസ്സിലേക്ക് വരാം, വന്നിരുന്നു കേൾക്കാം. ഈ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മുമ്പുണ്ടായിരുന്ന നാണമെന്ന് പറയുന്ന, ലജ്ജ എന്ന് പറയുന്ന, അള്ളാഹുവിന്റെ മതം ഏറ്റവും വലിയൊരു മര്യാദയായി പഠിപ്പിക്കുന്ന ആ നാണവും ലജ്ജയും ഈ സമൂഹത്തിൽ നിന്ന് എടുത്തുപോയിരിക്കുകയാണ്. പ്രായമുള്ളവർക്ക് പുതിയ തലമുറയോടൊരു ഉപദേശം നടത്താൻ പേടിയാണ്. നിഘണ്ടുവിൽ കാണാത്ത, ഡിക്ഷണറിയിൽ കാണാത്ത വൃത്തികെട്ട വർത്തമാനങ്ങളും മറുപടിയുമാണ് പുതിയ തലമുറ. 60-കാരനും 70-കാരനും 60-കാരിയും 70-കാരിയുമായ തന്റെ വല്യമ്മയുടെ പ്രായമുള്ള, തന്റെ വല്യപ്പയുടെ പ്രായമുള്ള മനുഷ്യരോട് പുതിയ തലമുറ 8-ലും 8-ലും 9-ലും 10-ലും 11-ലും 12-ലും പഠിക്കുന്ന കുട്ടികൾ ഒരു നാണവും ഒരു ലജ്ജയുമില്ലാതെ അവർ പ്രയോഗിക്കുന്ന ശൈലി കേട്ടാൽ അന്താളിച്ചു നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്ങളായി കടന്നു വന്ന, അള്ളാഹു തെരഞ്ഞെടുത്ത അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് ലോകത്തെ അറിയിച്ച ഒരു വാചകമുണ്ട്, അൽ ഹയാ, ലജ്ജ എന്നത് ലാ യഅതി ഇല്ലാ ബിഖൈർ, അത് നന്മയല്ലാതെ ഒരിക്കലും കൊണ്ടുവരികയില്ല. എന്താ പറഞ്ഞത്? അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ എന്നത്, നാണമെന്നത്
നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. കുട്ടികളുടെ വേഷവിധാനങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന, ബസ് കാത്തു നിൽക്കുന്ന, വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന നമ്മുടെ അനിയത്തിമാരായ പെൺകുട്ടികളുടെ വേഷവിധാനങ്ങൾ തലതായിത്തി നടന്നു പോകേണ്ട അവസ്ഥ അവർക്കൊരു നാണവും തോന്നുന്നില്ല. ബസ് യാത്രക്കിടയിൽ, ട്രെയിൻ യാത്രക്കിടയിൽ, അങ്ങാടികളിൽ, കവലകളിൽ, കോളേജിന്റെ സ്റ്റോപ്പുകളിൽ അവർക്ക് യാതൊരു നാണവും തോന്നുന്നില്ല, ലജ്ജയും തോന്നുന്നില്ല. പ്രായമുള്ള മനുഷ്യർ അറിയാതെ പറഞ്ഞു പോകുന്നു, ഈ സമൂഹത്തിന് എന്തു പറ്റിയെന്ന് അല്ലേ? തന്റെ അംഗലാവണ്യങ്ങളെ കടുക കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന പൂവാലന്മാർക്ക് മുമ്പിൽ കൊത്തി വലിക്കാൻ ഇട്ടുകൊടുത്തുകൊണ്ട് അതൊക്കെ പുതിയ ലോകത്തൊരു വല്ലാത്ത ട്രെൻഡാണ് എന്ന് തീരുമാനിക്കുന്ന പുതിയ തലമുറയാണ് ഞാനും നിങ്ങളും കാണുന്നത്. തന്റെ ഭർത്താവിന് മാത്രം കാണിക്കേണ്ടതായ നഗ്നത ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിലൊക്കെ പ്രിയപ്പെട്ടവരെ അഭിമാനം കൊള്ളുകയും അതിൽ പ്രിയപ്പെട്ട ഒരു പ്രത്യേകമായ സുഖം കണ്ടെത്തുകയും ചെയ്യുന്ന തലമുറയോട് അപകടമാണ് നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുക എന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ മതം എന്ന നിലയ്ക്ക് അതിന്റെ വക്താക്കളായി നിൽക്കുന്ന നമുക്ക് ബാധ്യതയുണ്ട് എന്ന നിലയിലാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാണമെന്ന വിഷയത്തിൽ പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ. ലജ്ജ എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിമായി മാറുക എന്നത് പൂനൂരിലെ കൃഷ്ണേട്ടനും പൂനൂരിലെ ജോസഫേട്ടനും ഇവിടുത്തെ ഓമനക്കും ജസിക്കുമൊക്കെ ഇസ്ലാം എന്ന മതം സത്യമാണ് എന്ന് തോന്നിയാൽ അവർക്ക് ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ അവർ ചൊല്ലേണ്ട പ്രതിജ്ഞയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലോകത്തിന്റെ രക്ഷിതാവായ, സൃഷ്ടാവായ, അണ്ടകടാഹങ്ങളുടെ അധിപനായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവായ ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ നടത്തുന്ന പ്രതിജ്ഞയാണത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവല്ലാതെ, വിരാട് പുരുഷനല്ലാതെ, ഹിരണ്യഗർഭനല്ലാതെ, അല്ലാഹു എന്ന് പരിചയപ്പെടുത്തുന്ന മഹാശക്തിയല്ലാതെ ഇല്ല പ്രിയപ്പെട്ടവരെ, ആരുമില്ല എന്നത് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് ആ സത്യവാചകത്തിന്റെ അർത്ഥം. രണ്ടാമത് പറയുന്നത് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു ലോകത്തിലേക്ക് നിശ്ചയിച്ച പ്രവാചകന്മാരിൽ 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഒരു നബി ലോകത്തിലേക്ക് വരാനില്ല. യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരിച്ചു വരവുണ്ട് എന്നതിനപ്പുറം ഇല്ല. സാധാരണഗതിയിലുള്ള ഒരു പ്രവാചകന്റെ വരവ് ഇനി ലോകത്തിലേക്കില്ല. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകരുടെ മുമ്പിലേക്ക് വന്ന പ്രവാചക തിരുദൂതരാണ്. ആ പ്രവാചക തിരുദൂതരുടെ സന്ദേശം ആ തങ്ങളുടെ തിരുനാവ് കൊണ്ട് മുടിഞ്ഞത്, അവിടുന്ന് കാണിച്ചു കൊടുത്തത്, അവിടുന്ന് കേൾപ്പിച്ചു കൊടുത്തത്, അവിടുന്ന് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്തത്, സഹാബത്ത് ഒപ്പിയെടുത്തത്, അതാണ് ഇസ്ലാം എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് കേൾപ്പിക്കാനുണ്ട്. അവിടുത്തെ തിരുനാവ് കൊണ്ട് പറയുന്നു, അൽ ഹയാഉ മിനൽ ഈമാൻ. ഈമാൻ എന്ന് പറയുന്ന വിശ്വാസരംഗത്തെ കാര്യത്തിൽപ്പെട്ടതാണ് ലജ്ജ എന്നത്. അതാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് ചാനലുകൾ, മീഡിയകൾ, സിനിമാ രംഗങ്ങൾ, അല്ലെ സീരിയൽ രംഗങ്ങൾ, പുതിയ പ്ലാറ്റ്ഫോമുകൾ, ബിഗ് ബോസ് പോലെയുള്ള അതേ പ്രത്യേക ചാനലുകൾ നടത്തുന്ന പ്രോഗ്രാമുകൾ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നത്. നിങ്ങളുടെ ധാർമ്മികത ആർക്കു വേണമെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതാണ് ഈ ലജ്ജയും നാണവുമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വ്യത്യസ്തമായ ചാനലുകൾ ഇതാ പുതിയ തലമുറയോട് പറയുന്നു, ഇതാണ് ലോകം അംഗീകരിക്കുന്ന കാര്യമെന്ന്. ഏത് ഉടുതുണിയില്ലാതെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങുന്നത്, ആണും ആണും തമ്മിൽ വിവാഹം കഴിച്ച് ഒരുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത്, പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത്, സമയമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അതാണ് ധാർമ്മികത എന്ന് ലോകം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വലിയ അറിയപ്പെട്ട ആളുകൾ വരെ അതിന്റെ അംബാസഡർമാരായി മാറിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ, ഖേദകരമായ, ദുഃഖകരമായ, വിഷമകരമായ അവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നമുക്ക് പറയാനുള്ളത്, നാണമുണ്ടാകണം.
നാണമുണ്ടാകണം, ലജ്ജയുണ്ടാകണം. നിങ്ങൾക്കുമുണ്ട് ഭാര്യമാർ ഇല്ലേ, നിങ്ങൾക്കുണ്ട് മാതാവ്, നിങ്ങൾക്കുണ്ട് പെങ്ങള്, നിങ്ങളുടെ വീട്ടിലും വളരുന്നുണ്ട് പെൺകുട്ടികള്. ആ പെൺകുട്ടികൾക്ക് നിങ്ങൾ ലജ്ജ പഠിപ്പിക്കണം, നാണം പഠിപ്പിക്കണം. അത് മര്യാദയാണ്, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കേണ്ട മാനേഴ്സിൽ പെട്ടതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് എന്നതാണ് ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങോട്ട് വരാം. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മൾ നാടിന്റെ നാനാഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ കൊലപാതകം പ്രശ്നമല്ല, ഈ പൂനൂരിന്റെ വെളിപ്പാടകലയാണ്. റമളാനിന്റെ 1-ാമത്തെ ദിവസം തന്റെ മോൻ അല്ലെ മരിച്ചു വീണ വാർത്ത ഞാനും നിങ്ങളൊക്കെ കേട്ടിരുന്നത്. ഒരു സഹോദരന്റെ മോൻ മരിച്ചു വീടുന്നു. സാധാരണ മരണമല്ല, തലയുടെ പിറകു വശത്ത് കൂട്ടുകാരന്മാർ അടിച്ചേൽപ്പിക്കുന്ന പരിക്ക് മൂലം റമദാനിന്റെ 1-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ ലോകത്തോട് വിട പറയുന്ന, ലോകത്ത് ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്, അവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഇതിന്റെ വെളിപ്പാടകല നടന്നത് നിങ്ങളാരും മറന്നുപോയിട്ടുണ്ടാവില്ല. എല്ലാ കൊലപാതകങ്ങളുടെ പിന്നിലും, എല്ലാ വൃത്തികേടുകളുടെ പിന്നിലും, എല്ലാ തോന്നിവാസങ്ങളുടെ പിന്നിലും ചില പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ നിരക്ഷരനായി മക്കയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന് 40 വയസ്സാകുന്ന സമയത്തും സ്വന്തം കൈപ്പടയിൽ ഒരു ലെറ്റർ പോലും എഴുതാൻ അറിയാതെ പൂർണ്ണ നിരക്ഷരനായി ആ നാട്ടിലെ മനുഷ്യരുടെ കൂടെ ജീവിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാറു ഹിറ എന്ന് പറയുന്ന ഹിറാ ഗുഹയിൽ അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ഇഖ്റ എന്ന് പറയുമ്പോൾ മഅന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് മറുപടി കൊടുക്കുന്ന സമയം ഞാൻ കളയുന്നില്ല. രംഗമോർക്കണം, നമ്മൾ ഓതിക്കൊടുക്കുന്നു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലേ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച സ്രഷ്ടാവായ റബ്ബിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ എന്റെ മോൻ പെട്ടുപോയോ എന്ന പ്രിയപ്പെട്ടവരെ വേദനയല്ല, ആരാ ഇവിടെ ഇത്ര നല്ലവർ എന്ന് തിരിച്ചു ചോദിക്കുന്ന അച്ഛനും ഉമ്മയും ബാപ്പയും ഒക്കെ ജീവിക്കുന്ന ഒരു പുതിയ ലോകം ഇല്ലേ? വ്യഭിചാരത്തിന്റെ മേഖലയിൽ മോളെ കേട്ടാൽ, മോളെ എറിഞ്ഞാൽ, മോനെ എറിഞ്ഞാൽ, കോളേജിലേക്ക് പോയ മോള് പിന്നെ കേൾക്കുന്നത് ഇന്ന ടൗണിലെ ഇന്ന ലോഡ്ജിൽ ഇന്ന റൂമിൽ മരിച്ചു കിടക്കുന്നു. 2 ദിവസമായി റൂം എടുത്തിട്ടുണ്ട്. കാമുകൻ വിളിച്ചപ്പോ വന്നതാണ്. കല്യാണം കഴിച്ചവൾ ചെല്ലുകയാണ്, കല്യാണം കഴിക്കാത്തവർ വരികയാണ്. അല്ലേ, ബെസ്റ്റി ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വ്യഭിചാരം ഒരു പ്രശ്നമല്ല, മദ്യം അതൊരു പ്രശ്നമല്ല. കുടിക്കാത്തവർ എത്ര പേരുണ്ട് എന്നതാണ് സർവേക്ക് എളുപ്പം. അല്ലേ, കുടിക്കാത്തവർ എത്ര പേരുണ്ട് എന്നതാണ് പ്രിയപ്പെട്ടവരെ സർവേക്ക് എളുപ്പം. അതാണ് വേഗത്തിൽ കണ്ടെത്താനാവുക. 10,000 വീട് പരിശോധിക്കുമ്പോ അപൂർവം ചില വീടുകളിൽ മാത്രം കുടിക്കാത്തവർ ആരുമില്ല എന്നുറപ്പിക്കാൻ പറ്റുന്ന കൂട്ടുകുടുംബ ബന്ധങ്ങൾ അപൂർവമായി കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് ലോകത്തിന്റെ മുമ്പിൽ വരുന്നത്. ഇത് പ്രവാചകൻ പറഞ്ഞതാണ്. ഇങ്ങനൊരു സമൂഹം വരും. പോരാ, പട്ടുവസ്ത്രം, സിൽക്ക് വസ്ത്രം പുരുഷൻ ഉപയോഗിക്കുന്ന ഒരു കാലം വരും. ന്യായീകരണം നിരത്തുന്ന സമൂഹം വരും. എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും വൽ മആസിഫ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അത് ന്യായീകരിച്ചുകൊണ്ട് വഅലിന്റെ സദസ്സിന് പോലും പൂനൂരിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയുകയാണ്, വഅലിന്റെ സദസ്സിലേക്ക് പോലും ആളുകളെ ക്ഷണിച്ചു പോകുന്ന, മൈക്ക് അനൗൺസ്മെന്റ് നടത്തി പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ന ഉസ്താദിന്റെ പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞ് ആ ശബ്ദമെന്ന് നിന്നാൽ പിന്നെ കേൾക്കുന്നത് മ്യൂസിക്കിന്റെ അരങ്ങ് തകർക്കുന്ന ഗാനത്തിന്റെ അകമ്പടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനങ്ങൾ പുലർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്ന് ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വാചകങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു ശപിച്ച ഒന്നാണ് ഈ മദ്യം എന്നത്, ഈ ലഹരി എന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത് കുടിക്കുന്നവനെ അല്ല ശപിച്ചു, അത് കുടിപ്പിക്കുന്നവനെ അല്ല ശപിച്ചു, അത് കൊണ്ടുപോകുന്നവനെ അല്ല ശപിച്ചു, അത് വഹിക്കുന്നവനെ ശപിച്ചു, അത് വഹിപ്പിക്കുന്നവനെ ശപിച്ചു, സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നവനെ ശപിച്ചു, എല്ലാവരെയും ശപിച്ചു. പക്ഷേ സമൂഹം എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? എല്ലാവരുടെ വീടുകളിലും ഇന്ന് നല്ല കമ്പ്യൂട്ടർ സംവിധാനമുണ്ട്. ഇല്ലാത്ത വീടുകൾ അപൂർവമാണ്.
അല്ലെ, നല്ല വലിയ സ്ക്രീനുള്ള TV സംവിധാനമുണ്ട്. ഇതില്ലാത്ത വീടുകൾ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും മോളും, അതെ, ഉമ്മയും ബാപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളും സീരിയലുകളും എന്താണ് അതിന്റെ ഒക്കെ അവസ്ഥ എന്ന് ആലോചിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആരും അത് കാണാറില്ല. വിവാദമായപ്പോൾ ഒന്ന് കേട്ടു നോക്കി. അപ്പോ കേരളക്കരയിലെ വലിയ മഹാനടനായി അറിയപ്പെടുന്ന ഒരു നടൻ ആ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാണുങ്ങൾ, രണ്ട് സ്ത്രീകൾ, രണ്ട് പെൺകുട്ടികൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വിരിപ്പിൽ ഉറങ്ങി അവർ ലൈംഗിക സുഖം കണ്ടെത്തുന്ന, ഞങ്ങൾക്ക് വേറെ ആൺ തുണ വേണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങളുടെ ലൈഫ് രണ്ട് പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ ലെസ്ബിയൻ ചിന്താഗതിയുള്ള ആളുകളാണ്, അതുകൊണ്ട് വേറെ കൂട്ട് ഞങ്ങൾക്ക് ആവശ്യമൊക്കെ വെള്ളമടിച്ച് കുറച്ചൊക്കെ കഞ്ചാവ് ഉപയോഗിച്ച് ഒന്ന് ആടിത്തിമിർത്താൽ എന്താ എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും പൂനൂരിന്റെ മണ്ണിലുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയുന്നു, അതിന്റെ തിക്ത ഫലമാണത്, തെറ്റായ റിസൾട്ടാണ് കാണുന്നത്. എന്താ കണ്ടത് എന്നറിയുമോ? എന്താ കേട്ടതെന്നറിയുമോ? DJ പാർട്ടി നടത്തുന്ന ആ അമ്മയുടെ മകൻ, പ്രിയപ്പെട്ടവരെ, വെടിവെച്ച് അമ്മയെ കൊന്ന് കട്ടിൽ ചുവട്ടിലേക്ക് തള്ളി നീക്കി പിടഞ്ഞു മരിക്കുന്ന അമ്മയെ ഒരു നോട്ടം പോലും പിന്നെ നോക്കാതെ തന്റെ കൂട്ടുകാർക്ക് മുമ്പിൽ മദ്യമടിച്ചു കൊടുത്ത് അതങ്ങനെ അടിച്ച് തിമിർത്ത് DJ പാർട്ടി പൊടിപൊടിച്ച് ആ 3 ദിവസം ആ മയ്യത്ത് കട്ടിൽ ചുവട്ടിൽ കിടന്ന് ദുർഗന്ധം വമിക്കുമ്പോ അയൽവാസികൾ ഇടപെട്ട് പോലീസുകാരെത്തുന്ന വാർത്ത നിങ്ങൾക്ക് ഒന്ന് തപ്പി നോക്കൂ. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന്, പ്രിയപ്പെട്ടവരെ, ഒന്ന് പരതി നോക്കൂ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ, ഇതാ ഒരു ജനവിഭാഗം എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടായി തീരും. ഇനി ഒരു നബി വരാനില്ലല്ലോ, വേറെ ഉമ്മത്ത് എന്ന് പറയാൻ എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടായി തീരും. ആ ഉമ്മത്തിന്റെ പ്രത്യേകത യസ്തഹില്ലുനൽ ഹിറ വൽ ഖംറ വൽ ഹരീറ വൽ മആസിഫ. 4 കാര്യങ്ങളാണ് അവിടെ എണ്ണിയത്. വ്യഭിചാരം പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു ടീം വരാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത് കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിടക്കുകയില്ല പ്രിയപ്പെട്ടവരെ. വ്യഭിചാരം ഒരു പ്രശ്നമാണോ? നിന്റെ മോനെ ഇന്ന പെണ്ണിന്റെ കൂടെ കണ്ടു എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ വാപ്പയോട്, അച്ഛനോട്. അച്ഛന്റെ മറുപടി, ഉപ്പയുടെ മറുപടി, ഉമ്മയുടെ മറുപടി. ആരാ ഇവിടെ ഇത്ര നല്ലവർ? ആരാ ഇവിടെ ഇത്ര നല്ലവർ? ഈ ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. എന്റെ മോൻ പെട്ടുപോയോ എന്ന, പ്രിയപ്പെട്ടവരെ, വേദനയല്ല. ആരാ ഇവിടെ ഇത്ര നല്ലവർ എന്ന് തിരിച്ചു ചോദിക്കുന്ന, അച്ഛനും ഉമ്മയും ബാപ്പയും ഒക്കെ ജീവിക്കുന്ന ഒരു പുതിയ ലോകം ഇല്ലേ? വ്യഭിചാരത്തിന്റെ മേഖലയിൽ മോളെ കേട്ടാൽ, മോളെ എറിഞ്ഞാൽ, മോനെ എറിഞ്ഞാൽ, കോളേജിലേക്ക് പോയ മോള് പിന്നെ കേൾക്കുന്നത് ഇന്ന ടൗണിലെ ഇന്ന ലോഡ്ജിൽ ഇന്ന റൂമിൽ മരിച്ചു കിടക്കുന്നു. 2 ദിവസമായി റൂം എടുത്തിട്ടുണ്ട്. കാമുകൻ വിളിച്ചപ്പോ വന്നതാണ്. കല്യാണം കഴിച്ചവൾ ചെല്ലുകയാണ്. കല്യാണം കഴിക്കാത്തവർ വരികയാണ്. അല്ലേ? ബെസ്റ്റി ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വ്യഭിചാരം ഒരു പ്രശ്നമല്ല, മദ്യം അതൊരു പ്രശ്നമല്ല. കുടിക്കാത്തവർ എത്ര പേരുണ്ട് എന്നതാണ് സർവേക്ക് എളുപ്പം. അല്ലേ? കുടിക്കാത്തവർ എത്ര പേരുണ്ട് എന്നതാണ് പ്രിയപ്പെട്ടവരെ സർവേക്ക് എളുപ്പം. അതാണ് വേഗത്തിൽ കണ്ടെത്താനാവുക. 10,000 വീട് പരിശോധിക്കുമ്പോ അപൂർവം ചില വീടുകളിൽ മാത്രം കുടിക്കാത്തവർ ആരുമില്ല എന്നുറപ്പിക്കാൻ പറ്റുന്ന കൂട്ടുകുടുംബ ബന്ധങ്ങൾ അപൂർവമായി കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് ലോകത്തിന്റെ മുമ്പിൽ വരുന്നത്. ഇത് പ്രവാചകൻ പറഞ്ഞതാണ്. ഇങ്ങനൊരു സമൂഹം വരും. പോരാ, പട്ടുവസ്ത്രം, സിൽക്ക് വസ്ത്രം പുരുഷൻ ഉപയോഗിക്കുന്ന ഒരു കാലം വരും. ന്യായീകരണം നിരത്തുന്ന സമൂഹം വരും. എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാകും. വൽ മആസിഫ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അത് ന്യായീകരിച്ചുകൊണ്ട് വഅലിന്റെ സദസ്സിന് പോലും, പൂനൂരിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയുകയാണ്, വഅലിന്റെ സദസ്സിലേക്ക് പോലും ആളുകളെ ക്ഷണിച്ചു പോകുന്ന, മൈക്ക് അനൗൺസ്മെന്റ് നടത്തി പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഇന്ന ഉസ്താദിന്റെ പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞ് ആ ശബ്ദമെന്ന് നിന്നാൽ പിന്നെ കേൾക്കുന്നത് മ്യൂസിക്കിന്റെ അരങ്ങ് തകർക്കുന്ന ഗാനത്തിന്റെ അകമ്പടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനങ്ങൾ പുലർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്ന് ഗൗരവമായി ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ വാചകങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ, അള്ളാഹു ശപിച്ച ഒന്നാണ് ഈ മദ്യം എന്നത്.
ഈ ലഹരി എന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത് കുടിക്കുന്നവനെ അല്ലാഹ് ശപിച്ചു, അത് കുടിപ്പിക്കുന്നവനെ അല്ലാഹ് ശപിച്ചു, അത് കൊണ്ടുപോകുന്നവനെ അല്ലാഹ് ശപിച്ചു, അത് വഹിക്കുന്നവനെ ശപിച്ചു, അത് വഹിപ്പിക്കുന്നവനെ ശപിച്ചു, സൗകര്യമുണ്ടാക്കി കൊടുക്കുന്നവനെ ശപിച്ചു, എല്ലാവരെയും ശപിച്ചു. പക്ഷേ സമൂഹം എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? എല്ലാവരുടെ വീടുകളിലും ഇന്ന് നല്ല കമ്പ്യൂട്ടർ സംവിധാനമുണ്ട്. ഇല്ലാത്ത വീടുകൾ അപൂർവമാണ്, അല്ലേ? നല്ല വലിയ സ്ക്രീനുള്ള TV സംവിധാനമുണ്ട്. ഇതില്ലാത്ത വീടുകൾ അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും മോളും, അതെ, ഉമ്മയും ബാപ്പയും മക്കളും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളും സീരിയലുകളും എന്താണ് അതിന്റെ അവസ്ഥ എന്ന് ആലോചിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ആരും അത് കാണാറില്ല. വിവാദമായപ്പോൾ ഒന്ന് കേട്ടു നോക്കി. അപ്പോ കേരളക്കരയിലെ വലിയ മഹാനടനായി അറിയപ്പെടുന്ന ഒരു നടൻ ആ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് രണ്ടാണുങ്ങൾ, രണ്ട് സ്ത്രീകൾ, രണ്ട് പെൺകുട്ടികൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വിരിപ്പിൽ ഉറങ്ങി അവർ ലൈംഗിക സുഖം കണ്ടെത്തുന്ന, ഞങ്ങൾക്ക് വേറെ ആൺ തുണ വേണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങളുടെ ലൈഫ് രണ്ട് പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ ലെസ്ബിയൻ ചിന്താഗതിയുള്ള ആളുകളാണ്, അതുകൊണ്ട് വേറെ കൂട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, കല്യാണം ആവശ്യമില്ല, ഭർത്താവിന്റെ ആവശ്യമില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ആണിനെ പോലെ പെരുമാറും. അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, അവർക്ക് ഇതിൽ ഇടം കൊടുക്കുന്നു. പ്രോഗ്രാമിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ആ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന മറ്റൊരു പെൺകുട്ടി, ഞാനൊരമ്മയാണ്, എന്റെ മോനും എന്റെ മോളും ഇത് കണ്ടു വളരുന്നു, അതുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്യുന്നതിന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുമ്പോ ആ മഹാനടന്റെ ആക്രോശമുണ്ടാവുകയാണ്, അല്ലേ? ലോകം അംഗീകരിച്ച ഒന്നാണ്, അദ്ദേഹത്തിന്റെ വാക്കാണ്. നിനക്ക് മാത്രം എന്താ പ്രശ്നം? ഏത്? രണ്ട് പെൺകുട്ടികൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് ജീവിക്കുന്നതിന് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരമ്മയാണ്, എനിക്കും മകളുണ്ട്, എനിക്കും മോനുണ്ട്, അവർ കണ്ടു വളരുകയാണ്, ഈ പ്രോഗ്രാം അവർ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെ നോർമലൈസ് ചെയ്യുന്നത്, ഇതൊരു സാധാരണ സംഭവമാക്കുന്നതിനെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോ നടന്റെ പ്രതികരണം എന്തെന്നറിയുമോ? എന്തേ നിനക്ക് മാത്രം പ്രശ്നം? ലോകം അംഗീകരിച്ചു. എവിടെ ലോകം അംഗീകരിച്ചു? എവിടെ ലോകം അംഗീകരിച്ചു? അംഗീകരിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും, സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ അങ്ങോട്ട് കണക്കിലേക്ക് പോകുന്നില്ല, 30-ലധികം രാജ്യങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അംഗീകരിച്ച രാജ്യങ്ങളിൽ പോലും എല്ലാവരും അംഗീകരിക്കുന്നില്ല. ഇല്ല, എത്രയോ രാജ്യങ്ങൾ വേറെയുണ്ട്, അല്ലേ? എന്നിട്ടാ പറയുന്നത് ലോകത്തെല്ലാവരും അംഗീകരിച്ച ഒന്നിനെ നിനക്ക് മാത്രം എന്താണ് പ്രശ്നം? ആവർത്തിക്കുന്നു കുട്ടി, ഞാൻ പറയുന്നതിന്റെ അർത്ഥം അത് നോർമലൈസ് ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല, ഇറങ്ങിപ്പോ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്, നിന്റെ ഈ എതിർപ്പുണ്ടല്ലോ ഈ പ്രോഗ്രാമിന്റെ അടിസ്ഥാനപരമായ കാര്യത്തിനെതിരാണ്. അപ്പൊ ഈ പ്രോഗ്രാം തന്നെ ഇതിനെ നോർമലൈസ് ചെയ്യാനുള്ളതാണ്. ചാനലുകാരുമാകട്ടെ, അങ്ങനെ ഒരു പ്രോഗ്രാം ഹൈന്ദവന്റെ മക്കളാകട്ടെ, ക്രൈസ്തവന്റെ മക്കളാകട്ടെ, മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവരുടെ മക്കളാകട്ടെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കേണ്ടത് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ത്? എന്താ ലക്ഷ്യം? മദ്രസ ഉണ്ടാക്കുമ്പോ കുട്ടികൾ നേരായി പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, നല്ല സ്വഭാവം ഉണ്ടാകണം, അതതിന്റെ ലക്ഷ്യം. നല്ല മനുഷ്യരായി മാറണം. ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താ? ഇങ്ങനെയുള്ള ആണും തമ്മിലുള്ള കല്യാണം, ലിവാത്ത് പോലെയുള്ള അതേ സവർഗരതി, അതിനെ നോർമലൈസ് ചെയ്ത് പെണ്ണും തമ്മിലുള്ള ലൈംഗിക സുഖത്തെ നോർമലൈസ് ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇതൊരു പ്രശ്നമല്ല എന്ന് തോന്നിപ്പിക്കലാണ് ഞങ്ങളുടെ ഫണ്ടമെന്റലായിട്ടുള്ള ലക്ഷ്യമെന്ന് ആ നടൻ ഉറപ്പിച്ചു പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം, കേട്ടുകൊണ്ടിരിക്കുന്നു, അവിടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ചിരിക്കുന്നു, ആസ്വദിക്കുന്നു, അല്ലേ? ഇതിന്റെ ഒക്കെ ലക്ഷ്യമെന്ത് എന്ന് സമൂഹമേ നിങ്ങൾ പഠിക്കാതെ പോയാൽ വലിയ അപകടമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമിനൻ നാസി മൻ യശ്തരി ലഹവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം. ഒരു അറിവുമില്ലാതെ വിനോദ വാർത്തകളെ പ്രിയപ്പെട്ടവരെ വിലക്കു വാങ്ങി കൊണ്ടുവന്ന്
വീടിൽ സ്ഥാപിക്കുന്നവർ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, യാതൊരറിവുമില്ലാതെ വിനോദ വാർത്തകളെ വിലക്കു വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്താ അവിടെ പണി? അത് കണ്ട് അത് കേട്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്നവരായി മാറുന്നു, അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്നവരായി മാറുന്നു. ഇത് അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബോധമുണ്ടാവുക, ജാഗ്രത പാലിക്കുക. ഒരു സിഗരറ്റ് വലിക്കാത്തവൻ, ഒരു കഞ്ചാവ് വലിക്കാത്തവൻ 8ലും 9ലും 10ലും പഠിക്കുമ്പോ കൂടെയുള്ളവർ പറയുന്നു, നീ പോയി, മീശ മുളച്ചു വരുന്നേ ഉള്ളൂ. +1കാരന് 11ൽ പഠിക്കുന്ന 12ൽ പഠിക്കുന്ന കുട്ടിയോട്, 16കാരനോടും 17കാരനോടും കൂടെയുള്ളവർ പറയുന്നു, നിനക്ക് മീശ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഞ്ചാവും സിഗരറ്റും വലിക്കാത്തവനായി ഞങ്ങളുടെ റൂമിൽ നീ ഇരിക്കുമ്പോ പോയി മീശ പഠിച്ച് പെൺകുട്ടികളുടെ കൂട്ടത്തിൽ പോയിരിക്കടോ. ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, എനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ഞാനും അവിടെ കൂടെ കൂടിക്കൊടുക്കുകയാണ്. ഞാൻ കുടിക്കുന്നില്ല, ഞാൻ വലിക്കുന്നില്ല, ഞാൻ അവരോടൊപ്പം ഇരിക്കുന്നു, അവിടെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് പെരുമാറുന്നു. ഇല്ലെങ്കിൽ ക്രൂരതകൾ കടന്നു വരികയാണ്. അല്ലേ? ഗവൺമെന്റിനോട് ഒരു കാര്യം പറയുന്നു, ഓരോ സ്കൂളിന്റെ മുറ്റത്തും, ഓരോ സ്കൂളിന്റെ ഹാളിലും, സെമിനാർ ഹാളിലും, ക്ലാസ് റൂമിലും അധ്യാപകരോട് ലഹരിക്കെതിരെ പറയാൻ, ബോധവൽക്കരണം നടത്താൻ അല്ലേ ആവശ്യപ്പെടുന്നില്ലേ ഗവൺമെന്റ്? കേരളക്കരയിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ആവശ്യപ്പെടുന്നില്ലേ? പക്ഷേ ബാറുകളില്ലാത്ത സ്ഥലത്ത് പുതിയ പെർമിഷൻ കൊടുക്കുന്നു, കള്ള് ഷാപ്പില്ലാത്ത സ്ഥലത്ത് പുതിയ പെർമിഷൻ കൊടുക്കുന്നു. അല്ലേ? എന്തൊരു വിരോധാഭാസമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കവലയിലും പുതിയ മദ്യഷാപ്പുകൾ, വിദേശ മദ്യഷാപ്പുകൾ. എന്നിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ചെന്ന് പറയുന്നു, കുടിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. ഇതാണോ വേണ്ടത്? അതിന്റെ മുച്ചൂട് രംഗങ്ങളെയും വേരോടുകൂടി പറിച്ചു കളഞ്ഞ് ഈ പുതിയ തലമുറയെ മാരകമായ ലഹരിയുടെ ലോകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗവൺമെന്റിന്റെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് പുറംപൂച്ചുകളായ വർത്തമാനം പോരാ, പ്രായോഗികമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലക്ക് രാജ്യത്തിന്റെ ഉത്ബുദ്ധരായ രാഷ്ട്രീയക്കാരോട്, അല്ലെ, ഈ നാട് നന്നാവണോ ലഹരിയിൽ നിന്ന്? ഇവിടുത്തെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി എന്ന് വിചാരിച്ചോ, അവൻ നമ്മുടെ കുട്ടികൾക്ക് MDMA വിൽക്കുന്നവനാ. 60 വയസ്സുള്ള ആള്, 50 വയസ്സുള്ള ആളൊക്കെയാണ്. LP സ്കൂളിലും UP സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് MDMA കൊടുക്കാൻ പോകുന്നത് ചെറുപ്പക്കാരുമുണ്ട്. എന്നിട്ട് അയാളെ പോലീസ് പിടിച്ചാൽ അപ്പ വിളിക്കുക രാഷ്ട്രീയത്തിന്റെ ആളുകള്. സാരമില്ലാതെ ആദ്യം സംഭവിച്ചതാണ്. കോൺഗ്രസുകാരും ലീഗുകാരും CPMകാരും CPIന്റെ ആളുകളും BJP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സർവ്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഒരു വളരെ വളരെ റിക്വസ്റ്റോട് കൂടി അപേക്ഷിക്കാനുള്ളത്, പൂനൂരിന്റെ ചരിത്രം മാത്രം എടുക്കാം. പൂനൂരിൽ ഒരൊറ്റ മനുഷ്യനും ഇതിൽ പെട്ടുപോകരുത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? രാഷ്ട്രീയം മറന്ന്, നിങ്ങളുടെ എല്ലാ കക്ഷിത്വങ്ങളും മറന്ന് ഈ നാട്ടിൽ ലഹരി കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്തുവാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ 10 or 20 പോലീസുകാർ തീരുമാനിച്ചാൽ നടക്കുകയില്ല. നിങ്ങൾ ഒന്നിച്ചു തീരുമാനിക്കണം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം നോക്കാതെ അവനെ ഉള്ളിൽ കടത്താൻ, ജാമ്യമെടുക്കാൻ നികുതി ചീട്ടുമായി പോവില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? രാഷ്ട്രീയം മറന്നിട്ട് എങ്കിൽ നമ്മുടെ നാടിനെ, വരും തലമുറയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എത്ര വിഷയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, പോരാ, ഞാൻ വേഗം ഓരോ വിഷയത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്, മക്കളെ തൊട്ടുള്ള പരീക്ഷണം. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിഅ. സുബ്ഹാനല്ലാഹ്, എത്ര ചിന്തനീയമായ ഹദീസാണത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ ഒരു മുഅ്മിനായ ആണിന്, മുഅ്മിനത്തായ പെണ്ണിന് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മക്കളെ തൊട്ടായിരിക്കും പരീക്ഷണം, സമ്പത്തിനെ തൊട്ടായിരിക്കും പരീക്ഷണം, പോരാ, ചിലപ്പോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ടായിരിക്കും പരീക്ഷണം. അങ്ങനെ
പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റവിമുക്തനായി ചെന്നു നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ പരീക്ഷിക്കുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ പരീക്ഷണങ്ങൾ മക്കളെ തൊട്ടാണ്, ആ പരീക്ഷണം സമ്പത്തിനെ തൊട്ടാണ്, ആ പരീക്ഷണം മരണത്തെ തൊട്ടാണ്, ആ പരീക്ഷണം ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലയെ സ്പർശിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞത് എത്രമാത്രം അർത്ഥവത്താണ്. ഞാൻ ഈ എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയട്ടെ, ഈ സംസാരം തുടങ്ങിയിട്ട് ഏകദേശം ഒരു പ്രിയപ്പെട്ടവരെ ഒരു അരമണിക്കൂറിന്റെ അടുത്ത് സമയമായില്ലേ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ലോകത്തിന്റെ കണക്കനുസരിച്ച് ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ മിനിമം 3 പേരാണ് മരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ 180 ആള് മരിക്കുന്നു. 180 ആള് മരിക്കുന്നു. എന്റെ സംസാരം തുടങ്ങിയിട്ട് 30 മിനിറ്റായി എങ്കിൽ ചിന്തിക്കൂ, 10 മിനിറ്റിൽ 1800 ആളാണ് സാധാരണഗതിയിൽ ലോകത്ത് മരിച്ചു വീഴുന്നത്. 20 മിനിറ്റിൽ മരിച്ചു തീർന്നത് 3600 പേരാണ്. അരമണിക്കൂറിൽ മരിച്ചു തീർന്നത് പ്രിയപ്പെട്ടവരെ 5000-ന്റെ മേലെ ആളുകളാണ്. എന്റെ സംസാരം തുടങ്ങിയതിനു ശേഷം നമുക്കടുത്തും ഇതാ മരണമെത്തി നിൽക്കുകയാണ്. ചെരുപ്പിന്റെ വാറ് ശരീരത്തോട് ചേർന്ന് കിടക്കുന്നത് പോലെ, ശരീരത്തിലേക്ക് ചേർന്ന് കിടക്കുന്നത് പോലെ നിന്റെ മരണത്തിന്റെ ബെല്ലുണ്ടല്ലോ, അത് മുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയിട്ടുള്ളത്. അതിനു പുറമെ പ്രിയപ്പെട്ടവരെ, യുദ്ധങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രത്യേകമായ ദുരന്തങ്ങളുമൊക്കെ മരണസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിന്റെ മണ്ണിലേക്ക് തിരിഞ്ഞു നോക്കൂ നിങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ ഉച്ചക്ക്? ഇന്ന് ഫ്രൈഡേ ആണ്. ജുമാ ഖുത്ബ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് നല്ല സ്പെഷ്യൽ ഭക്ഷണം കഴിച്ചവരാണ് നമ്മളൊക്കെ. അല്ലാഹു തആല ആ ഭക്ഷണം തന്ന് നമ്മളെ പരീക്ഷിക്കുകയാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ തേങ്ങുന്ന മക്കളുടെ രോദനങ്ങൾ നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? കുരുന്നുകളുടെ നിലവിളി ഞാനും നിങ്ങളും അറിയാതെ പോകുന്നുണ്ടോ? പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന നമ്മുടെ പെങ്ങന്മാരുടെ ഓർത്തനാദങ്ങൾ ഞാനും നിങ്ങളും കേൾക്കാതെ പോകുന്നുണ്ടോ? ഇല്ല. നമുക്കവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. അത് അണുബോംബുകളല്ല, അല്ല മൂർച്ചയേറിയ തൊടുത്തുവിടാൻ പറ്റുന്ന ആയുധങ്ങളല്ല, മിസൈലിന്റെ കടന്നാക്രമണമല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന കൽബിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥനയുടെ ആയുധം. 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് ആകാശത്തിന്റെ മേലാപ്പിലേക്ക് സർവ്വകാർമേഘങ്ങളെയും ഭേദിച്ച് കടന്നു പോകുമാറ് നിഷ്കളങ്കമായി ഫലസ്തീനിന്റെ കുട്ടികൾക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, വേദനിക്കുന്ന അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ശബ്ദമുയർത്തിയോ? ഏത് ശബ്ദം പ്രിയപ്പെട്ടവരെ മനുഷ്യരോട് ബോധ്യപ്പെടുത്തി കൊടുത്തോ? ഈ നിഷ്ഠൂരമായ കാട്ടാളത്തത്തിനെതിരെയുള്ള ശബ്ദം ഉണ്ടായിട്ടില്ല, അല്ലേ? അല്ല. നമുക്ക് ശബ്ദിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്, ഇടപെടാൻ പറ്റുന്ന മേഖലകളുണ്ട്. ആദ്യം പറഞ്ഞ ആയുധമാകുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങളും ഉയർത്തിയോ പ്രിയപ്പെട്ടവരെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിന്റെ വക്കത്ത് വന്ന് നിൽക്കുമ്പോ ഇന്നാല മുദ്റകൂൻ എന്ന് കൂടെയുള്ളവർ പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുള്ളവരോട് പറഞ്ഞു, ഇല്ല, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബ് അതേ റബ്ബാണ് ഇന്നുമുള്ളത്, അന്നുമുള്ളത്, എന്നുമുള്ളത്, പാസ്റ്റിലുള്ളത്, പ്രസന്റിലുള്ളത്, ഫ്യൂച്ചറിലുള്ളത്, എക്കാലഘട്ടത്തിലുമുള്ളത്. ഹയ്യുല്ല യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിനോടാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കൈ ഉയർത്തി പറഞ്ഞത്. അല്ലാഹു രക്ഷ കൊടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? കൂടെയുള്ളവർ കാണുമാറ് വെള്ളം 2 ഭാഗത്തേക്ക് ഇങ്ങനെ പർവ്വതങ്ങളായി മാറി നിന്ന് ഉണങ്ങിയൊരു വടിയുണ്ടായി. അതേ, അവർ മധ്യത്തിലെത്തുമ്പോഴേക്ക് ഈ സംഘം ഇവിടെ എത്തി. അവർ കരയിലെത്തുമ്പോഴേക്ക് ഇവർ ഇവിടെ മധ്യത്തിലെത്തി. വെള്ളം കൂട്ടിയടിച്ച് ലോകത്തുനിന്ന് ഫിറഔൻ മുങ്ങിച്ചത്ത് പോകുമ്പോ ഇനി സമയം തരുമോ എന്ന് ചോദിച്ചത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വഴി കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവിന് ഉറക്കമില്ല, ക്ഷീണമില്ല, മയക്കമില്ല, തളർച്ചയില്ല. അവൻ എന്നും ഉള്ളവനാണ്. അവന്റെ മുമ്പിലേക്ക് ഉയർത്തു.
പ്രാർത്ഥനയാകുന്ന ആയുധം അള്ളാഹു പരിഹാരമുണ്ടാക്കി കൊടുക്കും. വിശ്വാസികൾ എന്ന നിലക്ക് ഇത് കേൾക്കുമ്പോ ഫസ്റ്റ് തവണ അതേ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കുറച്ച് കൈപ്പേറിയ അനുഭവങ്ങൾ ഫലസ്തീനിന്റെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറക്കെ പറയുന്നു, കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ആരെന്തൊക്കെ ഫലസ്തീനിന്റെ മണ്ണിൽ ചെയ്താലും, അതേ ശ്യാമിന്റെ മണ്ണിൽ ചെയ്താലും, ശ്യാം എന്ന് പറയുമ്പോ ഇന്നത്തെ സിറിയ എന്ന് വിചാരിച്ചു പോകരുത്, ലെബനാനും ജോർദാനും ഫലസ്തീനും ഒക്കെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ശ്യാം ഉണ്ടല്ലോ, ആ ശ്യാമിന്റെ മേലെ മാലാഖമാർ ചിറക് നിവർത്തി നിൽക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് പറഞ്ഞപ്പോ ശ്യാം മുസ്ലിങ്ങളുടെ കയ്യിലല്ല. അപ്പൊ അവർ ചോദിച്ചു, നബിയെ എന്താ നിങ്ങൾ അവർക്ക് വേണ്ടി പറയുന്നത്? മാലാഖമാർ ചിറക് നിവർത്തി നിൽക്കുന്നു ശ്യാമിന്റെ മേലെ, ദാ വിജയം കാണുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഖുദ്സ് ചിരിക്കാതെ ലോകം അവസാനിക്കില്ല. ഇന്ന് എല്ലും കോലുമായി നിൽക്കുന്ന മക്കളെ കണ്ട് മുസ്ലിം ഉമ്മത്ത് ഉറക്കെ പറയുന്നു ലോകത്തോട്, നിങ്ങൾക്കറിയാം മിസൈലുകൾ ഇനിയും നിങ്ങൾക്ക് ഇല്ലാതെയാക്കാം അവിടുത്തെ ഓരോ പിഞ്ചോമന മക്കളെയും. ഇല്ല പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിന്റെ പതാക പാറിപ്പറക്കാതെ, ഖുദ്സ് ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനമാണ്. അത് തട്ടിമാറ്റാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തജിദന്ന അശദ്ദന്നാസി അദാവ. എന്താ പറഞ്ഞത്? ലാ തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു യഹൂദ വല്ലദീന അശ്റകു എന്ന് തുടങ്ങുന്ന മായിദയിലെ 82ാമത്തെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ ലോകരക്ഷിതാവായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളെ നിങ്ങളോട് അശദ്ധായ, സഹിക്കാനാവാത്ത, കടുത്ത വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരാണ് ജൂതന്മാർ. എങ്ങനെ? നിങ്ങളോട് സഹിക്കാനാവാത്ത അതിശക്തമായ കടുത്ത പ്രതികാരം തീർക്കാൻ നിൽക്കുന്ന ഒരു ടീമാണ് ആര്? യഹൂദികൾ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. അന്നും അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാ. മുത്തുനബി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ലോകത്തോട് വിട പറയുമ്പോ മുസ്ലിം ഉമ്മത്തെ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ വിഷയത്തിന്റെ ഇടക്ക് പറയാ, പൂനൂരിലെ മനുഷ്യരോട് പറയാ, റബീഉൽ അവ്വൽ മാസം വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്, ഹബ്ബുൻ നബിയുടെ പേര് പറഞ്ഞ് ഈ പൂനൂരിന്റെ ഹൈവേയിലേക്ക് ഇറങ്ങുന്ന, ദഫും മുട്ടി കുട്ടികളെ ഇറക്കുന്ന പണ്ഡിതന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കന്മാരെ, സാദാത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. അന്ന് മദീന വിങ്ങിപ്പൊട്ടിയ ദിവസമാണ്, സഹാബത്ത് തേങ്ങിക്കരഞ്ഞു പോയ ദിവസമാണ്. തന്റെ ഉറയിൽ കിടക്കുന്ന വാള് കയ്യിലെടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ആരാ പറയുന്നവന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ് ദുഃഖം സഹിക്കാനാവാതെ പ്രതികരിച്ചു പോയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമോർക്കുന്ന ദിവസമാണ്. ആ ദിവസം നമുക്ക് ലഡു കൊടുത്ത്, പായസം കൊടുത്ത്, പ്രിയപ്പെട്ടവരെ തോരണങ്ങൾ തൂക്കി, ഒച്ചപ്പാടുകളും ബഹളങ്ങളുമായി റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്തെ എങ്ങനെ കഴിയുന്നു? പ്രിയപ്പെട്ടവരെ, ഇതാണോ പ്രവാചക സ്നേഹം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എന്നോടും നിങ്ങളോടും പറഞ്ഞ ദീനിപരമായ കാര്യങ്ങൾ അംഗീകരിച്ച് പോവലാണ് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഇഷ്ടവും മഹബത്തുമെന്ന് സമയത്തിന്റെ കുറവ് കൊണ്ട് ചുരുക്കി പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ 5 നേരം നമസ്കരിക്കാൻ പറഞ്ഞു. ആ നമസ്കാരം കറക്റ്റ് നിർവഹിക്കുക എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. ആ ദീന് കറക്റ്റ് കൊണ്ടുപോവുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഇഷ്ടമാണ്, മഹബത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പൂനൂരിലെ മനുഷ്യരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്ത്, ഞാനൊരു സംഘടനയെയും കുറ്റപ്പെടുത്തുന്നില്ല, മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നു. ഓരോന്നെടുത്ത് നോക്കിക്കോ നിങ്ങൾ. ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചോളൂ, ആ മരിച്ച സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, കുടുംബക്കാർ ഒത്തുചേരുന്നു. പരിശുദ്ധ ഖുർആൻ എപ്പോഴും ഓതുന്നത് നല്ലതാണ്, ഖുർആൻ ഓതുന്നതിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്. പക്ഷേ മയ്യത്തിന്റെ ചുറ്റുമിരുന്ന്, ഒരാൾ മരിച്ചു കിടക്കുമ്പോ അതിന്റെ ചുറ്റുമിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു സമ്പ്രദായം പ്രത്യേക സുന്നത്താണ് എന്ന നിലക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാട് പൂനൂരിൽ എന്നല്ല, കേരളക്കരയിലെ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, മുത്തുനബിയോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമല്ല അത്. അള്ളാഹുവിന്റെ പ്രവാചകൻ എത്രയോ സഹാബികൾ മരിച്ചപ്പോ
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പോയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഹദീസിൽ, ബുഖാരിയിൽ, മുസ്ലിമിൽ, തുർമുദിയിൽ, നസായിൽ, ഇബ്നു മാജയിൽ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ മുസ്നദിൽ, മറ്റേതെങ്കിലും ഹദീസിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അള്ളാന്റെ റസൂലോ സഹാബത്തോ ഏതെങ്കിലും ഒരു സഹാബിയുടെ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഖുർആൻ പാരായണം ഇല്ലെന്ന് മാത്രമല്ല, പൂനൂരിൽ മുസ്ലിങ്ങളെ ഭൂരിപക്ഷ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മദ്ഹബുകാരാണ്, ഷാഫി മദ്ഹബുകാരാണ്. ആ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ഷാഫി മദ്ഹബിലെ തഫ്സീറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ നിന്ന് ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏതായത്തിന്റെ ശറഹില പറയുന്നതെന്നറിയുമോ? വഅല്ലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതാണ് ഉണ്ടാവുക എന്ന് പറയുന്ന ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇത് ശിഹാബ് അടക്കരയുടെ വാചകമല്ല, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതല്ല. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ നിന്ന് നോക്കൂ, ഇമാം ഷാഫിയുടെ ഖൗലായി മഹാനായ പണ്ഡിതനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. വമിൻ നാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത ശാഫിഈ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ലാ അവർ തെളിവെടുക്കുകയാണ്, അവലംബമായി സ്വീകരിക്കുകയാണ്. പോരാ, വമനിത്തബഅഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ തുടരുന്നവരും തെളിവാക്കുകയാണ്. എന്താ തെളിവ്? അന്നൽ ഖിറാഅത ലാ യസ്ലി ഹദാഉ സബാബിഹാ ഇലൽ മൗത. ഒരാൾ മരിച്ചു, ആ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം മരിച്ചാൾക്ക് കിട്ടുകയില്ല. ആരാ പറയുന്നത്? ഷാഫി ഇമാം പറഞ്ഞു എന്ന് ഞാൻ പറയുകയല്ല. അടുത്തുള്ള പണ്ഡിതന്മാർ പള്ളിയിൽ സൂക്ഷിച്ച കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. പോരാ, ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, ആ മരിച്ചു കിടക്കുന്നവന്റെ അധ്വാനത്തിലോ അവന്റെ ആ പിന്നെ പ്രവർത്തനത്തിലോ പെട്ടതല്ല ഇത്. വലിഹദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല. ഉമ്മതഹു, അവിടുത്തെ ഉമ്മത്തിനെ, വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ, ഖണ്ഡിതമായ തെളിവ് കൊണ്ടോ സൂചനാപരമായ തെളിവ് കൊണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടില്ല. വലം യുൻകൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ, ഒരൊറ്റ സഹാബത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഏർപ്പാട് ഉദ്ധരിച്ചു വന്നിട്ടില്ല. റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറാ, ആ കാര്യത്തിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മളെക്കാൾ അവര് ആ വിഷയത്തിൽ മുമ്പേ ചെയ്യുമായിരുന്നു, നമ്മെ മറികടക്കുമായിരുന്നു എന്ന് ആരാ പറഞ്ഞത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഷാഫി മദ്ഹബിലെ പ്രമുഖ തഫ്സീറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിലാണ് ഇത് ഉദ്ധരിച്ചു വരുന്നത് എന്ന് ഗൗരവത്തോടു കൂടി ഓർക്കാനാണ് ഞാൻ ആ കാര്യം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു വാശിയുടെ പേരിൽ പറയുകയല്ല. മരിച്ചു കഴിഞ്ഞു, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മുജാഹിദുകളായ ഞങ്ങളെ കുറിച്ച് പാവപ്പെട്ട സാധാരണക്കാർ പറയാറുള്ളത് എന്താ അറിയോ? നബിയോടൊരു ഇഷ്ടവുമില്ല, ഖുർആനിനോട് ഇഷ്ടമില്ല, ദിക്റിനോട് ഇഷ്ടമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, മുത്തു നബി കാണിച്ചു തന്നത് എത്ര ത്യാഗം സഹിച്ചിട്ടും ചെയ്യാൻ റെഡിയാണ് നമ്മള്. പക്ഷെ കാണിച്ചു തരാത്തത് ചെയ്യാൻ, ദീനിലേക്ക് ഒരു ചെറിയ മൈനൂട്ട് പോയി എന്റെ കടത്തിക്കൂട്ടാൻ ഞങ്ങളില്ല. അതിനാ ഞങ്ങൾ വേറിട്ടു നിന്നത്. അത് നിങ്ങൾ ഏത് പേര് പറഞ്ഞ് ആക്ഷേപിച്ചാലും സാരമില്ല, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ മിണ്ടാതെ പോകും, അപ്പൊ പറയും, കളിയാക്കും, സാരമില്ല, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ചത് മഹാനായ ഇമാം ഷാഫിയുടെ ഖൗലാണെങ്കിൽ, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വഇലം അന്ന സ്വവാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും, മുൻഗാമികളുടെ നേരായ ചൊവ്വായ മാതൃകയിൽ ഉള്ളത് എപ്പോ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോവുകയാണ് വേണ്ടത്, നിർത്തിയില്ല. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ ദിക്രിൻ, ദിക്ർ കൊണ്ടും നിങ്ങൾ ശബ്ദമുയർത്തരുത്. വലാ ഗൈരി ദാലിക്, ഖുർആനുമല്ല ദിക്റുമല്ല അല്ലാത്തത് കൊണ്ടും നിങ്ങൾ ശബ്ദമുയർത്തരുത്. ഇതാ സലഫികൾ സ്വീകരിച്ചത്. ഇത് ഇമാം നബവി അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തൊട്ട് മുമ്പിൽ കാണുന്ന പള്ളികളിൽ ഇമാം നബവിയുടെ ഗ്രന്ഥമുണ്ടാകും. മറിച്ചാൽ കാണാം
പേജ് നമ്പർ 136 എടുത്തു നോക്കൂ നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് മറിച്ചു നോക്കിയാൽ കാണാം എന്താ പറഞ്ഞത്? മയ്യത്തിന്റെ കൂടെ ദിക്ർ കൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ടോ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ടോ, വർത്തമാനം പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ടോ അല്ല നിങ്ങൾ പോവേണ്ടത്. മൗനമായി മയ്യത്തിനെ കുറിച്ചോർത്ത്, പരലോകത്തെ കുറിച്ചോർത്ത്, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോവുകയാണ് വേണ്ടത്. ഈ ചര്യ ഏറ്റെടുത്ത മുജാഹിദുകളോട് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് പ്രവാചക സ്നേഹമില്ല, നിങ്ങൾ ഖുർആൻ ഓതാത്തവരാണ്, നിങ്ങൾ ദിക്റില്ലാത്തവരാണ്, നിങ്ങൾ സ്വലാത്തില്ലാത്തവരാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയെ സാധാരണ മനുഷ്യരാക്കി കളയുന്നു എന്ന് പറഞ്ഞ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ അറിയണേ, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ കാമ്പുകളെ അടുത്തറിയാൻ നിങ്ങൾ സമയം കണ്ടെത്തണേ എന്ന് പറയുകയാണ്. ഖബറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ടവരെ, എന്താ പറയുന്നത്? കണ്ടോ, മഹാരഥന്മാരോട് ബഹുമാനമില്ലാത്തവരാ, ആദരവില്ലാത്തവരാ. ഇവിടെ പറഞ്ഞില്ലേ, മുടിയുടെ വിഷയമാണ് മഗ്‌രിബിന് ശേഷം ഇവിടെ വരാൻ പോകുന്നത് അല്ലേ? കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോ 100 കണക്കിന് കെട്ടി പൊക്കിയ ജാറങ്ങളുണ്ട്. അഡ്രസ് ഇല്ലാത്തതുണ്ട്, അഡ്രസ് ഉള്ളതുണ്ട്, പലതുമുണ്ട്, മനുഷ്യരില്ലാത്തത് പോലുമുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഷാഫി മദ്ഹബിൽ തന്നെ പറയുന്നു, ഇബ്നു ഹജറുൽ ഹൈതമി ദാ ലോകത്തോട് പറഞ്ഞൊരു വാചകം നിങ്ങൾ കേട്ടോ? ഞാൻ ഉദ്ധരിച്ചത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മദ്ഹബിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നു, വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ കിബാബില്ലതി അലൽ ഖുബൂർ ഇദ് ഹിയ അലറു മിൻ മസ്ജിദിൽ ദിറാർ. ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കിയ എടുപ്പുകൾ, കുബ്ബകൾ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നു, ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കിയ കുബ്ബകൾ, ഖബറുകൾക്ക് മീതെ കെട്ടിപ്പൊക്കിയത് പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. കാരണം കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണത്. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ അടിസ്ഥാനപരമായ കൽപ്പനയ്ക്ക് എതിരായി കൊണ്ടാണ് ഖബർ കെട്ടിപ്പൊക്കുക എന്ന ഏർപ്പാടുണ്ടായിട്ടുള്ളത്. ലിഅന്നഹു അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്തിൽ നഹാ അൻ ദാലിക്, ഖബറുകൾ കെട്ടിപ്പൊക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഅമറ, മുത്തുനബി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ബിഹദ്മി ഖുബുരിൽ മുശ്രിഫ, പൊന്തി നിൽക്കുന്ന ഖബറുകളെ പൊളിക്കണം, സാധാരണ ഖബറാക്കണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഖബർ സാധാരണ ഖബറായാൽ മതി. മരിച്ചില്ലേ ഇവിടെ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആലു ഷെയ്ഖ് മരണപ്പെട്ടില്ലേ? ഒന്ന് പോയി നോക്കൂ, ഏതാണ് ആ ആലു ഷെയ്ഖിന്റെ ഖബർ എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ആ മയ്യത്തുമായി കൂടെ പോയവർക്കേ അറിയൂ ഈ ഖബറുകളുടെ കൂട്ടത്തിൽ ഏതാണ് ഈ ആലു ഷെയ്ഖിന്റെ ഖബറെന്ന്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. സൗദി രാജാവ് മരിച്ചപ്പോ ഏഷ്യാനെറ്റ് ചാനൽ പോലും പറഞ്ഞില്ലേ, എന്തൊരത്ഭുതമാണിത്, ഇത് രാജാവിന്റെ ഖബറേത്, പ്രജയുടെ ഖബറേത്, സാധാരണക്കാരന്റെ ഖബറേത് മനസ്സിലാകുന്നില്ല. അതാ ഇസ്ലാം പറഞ്ഞത്, ആളിന്റെ വലിപ്പത്തിനും പാണ്ഡിത്യത്തിനും അവന്റെ സമ്പത്തിനും അനുസരിച്ച് ഖബറുകളുടെ ഹൈറ്റ് കൂടലില്ല. സാധാരണ ഖബറാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. പോരാ, മുത്തുനബി തന്റെ മരുമോനായ അലി റളിയല്ലാഹുവിന്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ അലി, വല ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും സാധാരണ ഖബറാക്കാതെ പൊളിക്കാതെ വിട്ടേക്കരുത് മോനെ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ആരാ പറയുന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഖബർ സാധാരണ ഖബറാക്കി വെച്ചുകൊണ്ട് വാപ്പാന്റെ ഖബറിന്റെ മുന്നിൽ, ഉമ്മാന്റെ ഖബറിന്റെ മുന്നിൽ, ചേട്ടന്റെ ഖബറിന്റെ മുന്നിൽ, മുഅ്മിനീങ്ങളുടെ ഖബറിന്റെ മുന്നിൽ, നാട്ടിലെ മനുഷ്യരുടെ ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് നിങ്ങൾ സലാം പറയ്, അവർക്ക് അല്ലാഹു സലാം എത്തിക്കും. പോരാ, നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യ്. പടച്ചോനെ, എന്റെ വാപ്പയാണ് ഈ ഖബറിൽ കിടക്കുന്നത്, 20 കൊല്ലമായി, 23 കൊല്ലമായി ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ വാപ്പ, റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഉമ്മ, ഞങ്ങളെ ഏറെ കഷ്ടപ്പെട്ട് വളർത്തിയ ഞങ്ങളുടെ സഹോദരങ്ങൾ, പടച്ചോനെ പുറത്തു കൊടുക്കല്ലാ, മഗ്ഫിറത്ത് കൊടുക്കല്ലാ. പറയൂ മുസ്ലിങ്ങളെ. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നത് ഈ ഖബറാളിക്ക് വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. എന്നിട്ടും പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ് എന്ന്. പ്രവാചകൻ പറഞ്ഞ ഒരൊറ്റ ഹദീസിലെ 4 കാര്യങ്ങൾ കൂടി പറയുമ്പോ
ബാങ്കിന്റെ സമയത്തിലേക്ക് അടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നബിയോടുള്ള സ്നേഹമില്ലാത്തവരാണ് ഈ മുജാഹിദുകൾ എന്ന് പറയുന്നവരോട്, സാധാരണക്കാരോട് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂല് ഒരു ഹദീസിൽ 4 കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് ചെയ്യാതിരിക്കുന്നവരാണോ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇഷ്ടമുള്ളത്? നമ്മുടെ വാപ്പ പറയാണ്, മോനെ എനിക്ക് പനിക്കുന്നുണ്ട്, ഒരു ഗുളിക വാങ്ങിക്കൊണ്ട, ഞാൻ കൊടുക്കുന്നില്ല. മോനെ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ട, ഞാനത് കൊടുക്കുന്നില്ല. മോനെ എന്നൊന്ന് താങ്ങി പിടിച്ചിരുത്തടാ, അതിനെനിക്ക് സൗകര്യമില്ല. എന്റെ ബാപ്പ ജനിച്ച ഡേറ്റിൽ ഞാൻ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പറയാ, എന്റെ ബാപ്പാൻ എനിക്ക് ഇഷ്ടാണ്. ബാപ്പാക്കെങ്ങാനും എണീറ്റ് വരാൻ പറ്റുമെങ്കിൽ അടിച്ചു തള്ളിയിടുന്നമ്മേ അല്ലേ? ആ വാപ്പാക്കൊരു ഉപകാരവും ഇല്ലാത്ത ആ സ്വഭാവം കാണിക്കുന്നവന് അള്ളാന്റെ റസൂല് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാതിരുന്നിട്ട്, ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിച്ചാൽ അത് പ്രവാചക സ്നേഹമായി മാറുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്ന മുസ്ലിം ഉമ്മത്ത്. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു ഹദീസിലെ 4 പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞു, നിരോധിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞു. ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ പൂശരുത്. 1. ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. 2. ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. 3. ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. 4 കാര്യം പറഞ്ഞു. ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. എഴുതിയോ മുജാഹിദുകൾ? ഒരു 786 എന്ന് എഴുതിയ ഒരു സിമന്റിന്റെ ഒരു സ്ലാബിന്റെ കഷ്ടം വാങ്ങി ഒരു ചന്ദ്രക്കലയും ഇട്ട് ഒരു 786 എന്ന് എഴുതി. പാപ്പാന്റെ പേരൊന്ന് എഴുതാൻ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല മുജാഹിദ് എഴുതാത്തത്. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, നിങ്ങൾ എഴുതല്ലേ എന്ന്. ഞങ്ങൾ അത് അംഗീകരിക്കുന്നു നബിയോടുള്ള ഇഷ്ടം കൊണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞതാ, ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കല്ലേ എന്ന്. 10 വെട്ടുകല്ല് വാങ്ങാനോ ഒരു 20 സിമന്റ് കട്ട വാങ്ങാനോ പണമില്ലാത്തത് കൊണ്ടല്ല, വാങ്ങുകയില്ല ഞങ്ങള്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്. ആ ഹദീസിലെ 4 കാര്യങ്ങൾ സ്വീകരിക്കുന്നവരാരാ? മുഅ്മിനീങ്ങളെ, പൂനൂരിലെ ഈ ശബ്ദം കേൾക്കുന്നവരെ, ആരാ മുത്ത് നബിയെ സ്നേഹിക്കുന്നവർ? നിങ്ങൾ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഓരോ പേരിന്റെ കൂടെയും ചേർത്തി പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി നിർവഹിക്കുന്ന സ്വലാത്ത അല്ലേ? അത് ഖുർആൻ പറഞ്ഞതാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, സ്വലാത്ത് ചെല്ലണേ, സലാം പറയണേ എന്ന്. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ, അവിടുന്ന് കൊണ്ടുവന്നത് സ്വീകരിക്കാൻ, അവിടുന്ന് ചെയ്യാൻ പറഞ്ഞത് ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ മാർഗങ്ങളെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുമ്പോ ഫലസ്തീനിന്റെ മണ്ണിലെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഫലസ്തീൻ നാളെ വിജയിച്ച് മുന്നോട്ട് വരും എന്ന അള്ളാഹുവിന്റെ പ്രവചനമാണ്. മുത്തുനബി വഹി പ്രകാരം പറഞ്ഞതാണ്. മാറ്റമുണ്ടാവുകയില്ല. റോമും പെർഷ്യയും തമ്മിൽ, റോം സാമ്രാജ്യം പേർഷ്യ സാമ്രാജ്യം, 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ 1400 വർഷങ്ങൾക്ക് മുന്നിൽ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ അമേരിക്ക, റഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ വലിയ വൻശക്തികളാണ്. റോം സാമ്രാജ്യം പോരാ, പേർഷ്യൻ സാമ്രാജ്യം. ഈ 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ റോം വേദക്കാരാ, എന്നാൽ പേർഷ്യ ബഹുദൈവ വിശ്വാസികളാ. ഇവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോ മുത്തുനബിയുടെ പിന്തുണ, സ്വഹാബത്തിന്റെ പിന്തുണ റോമിന്റെ കൂടെയാണ്, റോം സാമ്രാജ്യത്തിന്റെ കൂടെയാണ്. പക്ഷേ പേർഷ്യ വിജയിച്ചു, റോം തലകുത്തി വീണു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പലരും കളിയാക്കി, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. പക്ഷേ ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് വഹി വന്നു. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ൽ വമൻ ബഅദു യൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. അല്ലേ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് അങ്ങനെ ഇറങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് സഹാബത്തിന് ഓതിക്കൊടുത്തു, ഇല്ലേ പ്രിയപ്പെട്ടവരെ? പിന്നെ അവിടുന്ന് മുശ്രിക്കുകളുടെ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉബയ്യ് ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയുമോ? വെറ്റുവെക്കാനുണ്ടോ? നിങ്ങൾ ഇനിയും റോം എഴുന്നേറ്റ് വരുമെന്ന് പറയുന്നുവെങ്കിൽ വെറ്റുവെക്കാനുണ്ടോ? അന്ന് വെക്കാൻ പറ്റ്, ഇന്ന് നമുക്ക് ആ വെറ്റുവെക്കലൊന്നും പാടില്ല. അന്ന് വെക്കാം. അത് ആദ്യ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാവുകയാണ്. 100 ഒട്ടകങ്ങൾക്ക് വെറ്റുവെക്കുകയാണ്. വരും എത്ര വർഷം കൊണ്ട്?
9 വർഷത്തിനുള്ളിൽ റോം തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോ അത് കളിയാക്കി പലരും, വെച്ചുവെക്കാൻ തയ്യാറായി പലരും, ആശ്ചര്യപ്പെടുത്തി അത്ഭുതപ്പെടുത്തി. 9 വർഷം കൊണ്ട് റോം രണ്ടാമത് വലിയ സൈന്യമായി പേർഷ്യൻ സാമ്രാജ്യത്തെ അടിച്ചമർത്തുമ്പോ പ്രിയപ്പെട്ടവരെ, റോമിന്റെ കൂടെ നിന്നു ജൂതന്മാർ. ആദ്യം നിന്ന് പേർഷ്യയുടെ കൂടെയാണ്. എന്നാൽ അവർ വിചാരിച്ചതുപോലെ ഖുദ്സിന്റെ മണ്ണിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇനി റോമിന്റെ കൂടെ നിന്നു. റോം ജയിച്ചു വന്നല്ലോ, അല്ലേ? റോം ജയിച്ചു വന്നു, ഖുർആൻ പറഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ക്രൈസ്തവർ ജൂതലോബികളെ ഖുദ്സിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിച്ചു. അത്ര ക്രൂരത അവർ ലോകത്തോട് ചെയ്തിട്ടുണ്ട്. അവരെ ആട്ടിയോടിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് അത് ഖുർആനിന്റെ പ്രവചനം പുലരുന്നത് അന്നത്തെ മനുഷ്യർ കാണുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ തന്റെ ഭൃത്യനായി കടന്നു പോകുന്ന യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, ഖുദ്സിന്റെ മണ്ണിലേക്ക് വരികയാണ്. ഖുദ്സിന്റെ ഭരണാധികാരം ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോ യുദ്ധത്തിനൊരുങ്ങുമ്പോ അവിടെ വെള്ളിയാഴ്ച ദിവസമാണ്, രാത്രി യുദ്ധമില്ല. ശനിയാഴ്ച സബത്തിന്റെ ദിവസമാണ്, അപ്പൊ യുദ്ധം നടക്കുകയില്ല. അപ്പൊ പ്രശ്നമാണ്. പക്ഷേ സൂര്യന്റെ മേലേക്ക് നോക്കി യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, സൂര്യന്റെ നേരെ നോക്കി ലോകത്തിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖിളറുമായി നടക്കുന്ന സംഭവം നമുക്കറിയാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ആ സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഭൃത്യനായി ഉണ്ടായിരുന്നത് യൂഷ ആണ് എന്ന് ചർച്ച ചെയ്ത തഫ്സീറുകളെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വച്ചത്, വെള്ളിയാഴ്ച ദിവസം ഖുദ്സിന്റെ വിജയത്തിന് വേണ്ടി യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം നീക്കങ്ങൾ നടത്തുമ്പോൾ രാത്രി യുദ്ധമില്ല. പിറ്റേ ദിവസം സബത്തിന്റെ ദിവസമാണ്. അപ്പോൾ അത് പ്രയാസകരമായി മാറും എന്ന് മനസ്സിലാക്കുമ്പോൾ സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് യൂഷ പറയുന്ന വാക്കുകൾ സ്വഹീഹായ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധം അവസാനിക്കുകയാണ്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാതെ വിജയം വരെ മുന്നോട്ട് പോകാൻ സർവശക്തനായ അള്ളാഹുവിനോട് മഹാനായ യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്ന രംഗമുണ്ട്. സൂര്യനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നക്കി മഅ്മൂറ വ അന മഅ്മൂർ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. അത് നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരവസ്ഥയാണ് സൂര്യനുമുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, വിജയം വരെ സൂര്യൻ അസ്തമിക്കാതെ മുന്നോട്ട് പോയി എന്ന്, അല്ലെങ്കിൽ വിജയം ലഭിക്കുന്നത് വരെ അത് നീണ്ടുപോയി എന്നത് സർവശക്തനായ അല്ലാഹു തആല അവനിഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്ക് അനുഗ്രഹമായി ഖുദ്സിന്റെ വിജയത്തിനു വേണ്ടി അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുത്തു എന്ന് ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ, അവിടുത്തെ വേദനകളും രോധനങ്ങളും കേൾക്കുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത്. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവുകൊണ്ട് ലോകത്തെ അറിയിച്ച ഒരു കാര്യം, ഖുദ്സ് ചിരിക്കാതെ, ഖുദ്സ് വിജയിക്കാതെ, സഹോദരങ്ങളെ, അവിടെ വിജയത്തിന്റെ കൊടി പാറാതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
നേരത്തെ സമുദ്രം പിളർത്തി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് സംവിധാനം ഒരുക്കിക്കൊടുത്ത ലോകത്തിന്റെ രക്ഷിതാവായ അതേ റബ്ബ്, യൂഷഇന്റെ വിഷയത്തിൽ ഇടപെടുന്ന അതേ റബ്ബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ തീനാളങ്ങളെ ചൂടകറ്റി തണുപ്പ് കൊടുക്കാൻ സർവശക്തനായ റബ്ബിന് സാധിച്ചുവെങ്കിൽ ആ റബ്ബിന് മരണമില്ല. അവൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അവനറിയാത്ത ഒന്നും ലോകത്തില്ല. അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹയ്യുൻ ലാ യമൂത്ത്. ഫലസ്തീനിന്റെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പറഞ്ഞു വച്ചത് അതേ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിരന്തരമായ പ്രാർത്ഥനകൾ ഉയർത്തുകയാണ് നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഏറ്റവും വലിയ ആയുധം ആ പ്രാർത്ഥനയാണ്. അത് നിർവഹിക്കുന്ന സ്ഥലത്ത് നാം ലുബ്ധത കാണിക്കരുത്, പിശുക്ക് കാണിക്കരുത്. ആ പ്രാർത്ഥന നിർവഹിക്കുന്ന വിഷയത്തിൽ നാം ഒരിക്കലും അമാന്തിച്ചു നിന്നു പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രം ഇങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോ റോം ചക്രവർത്തിയുടെ കൈകളിലേക്ക് മസ്ജിദ് അഖ്സയിൽ നിൽക്കുമ്പോ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയക്കുന്ന ലെറ്റർ വായിച്ചുകൊണ്ട് ആശ്ചര്യഭരിതനായി ആരെങ്കിലും മക്കയുടെ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരുണ്ടോ എന്ന് അന്വേഷിച്ച് അവിടെ കച്ചവട ആവശ്യങ്ങൾക്ക് വന്ന അബൂ സുഫിയാൻ ഉണ്ട് എന്നറിയുമ്പോ റോം ചക്രവർത്തി, പ്രിയപ്പെട്ടവരെ, അബൂ സുഫിയാനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ തെറ്റായി നുണ അല്ലെങ്കിൽ വാർത്തകൾ വളച്ചൊടിച്ചു പറഞ്ഞാൽ, വിഷയങ്ങളെ വളച്ചൊടിച്ചു പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരാനും തിരുത്താനും പറ്റിയ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അബൂ സുഫിയാനിന്റെ കാര്യങ്ങൾ അബൂ സുഫിയാനിന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോ ചക്രവർത്തി പറയുന്ന വാക്കുണ്ട്, ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലവും സൗകര്യങ്ങളും ഈ പറഞ്ഞ ഈ മഹാവ്യക്തിത്വത്തിന്റെ കയ്യിൽ വരുന്ന ഒരു നാളുണ്ട് എന്ന് അദ്ദേഹം കണ്ട ചില സ്വപ്നങ്ങളെ കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് ഞാനും നിങ്ങളും ചരിത്രത്തിൽ നിന്ന് വായിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവിടേക്ക് നിശ്ചയിച്ച അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സൈനിക തലവന്മാരായി അവിടെ പ്രവർത്തിക്കുകയും അവസാനം ഖുദ്സിന്റെ വിജയം അവരുടെ കൈകളിലെത്തുകയും ചെയ്തപ്പോ പാത്രിയാർക്കീസിനെ പോലെയുള്ള അവിടുത്തെ ബിഷപ്പുമാരുടെ നേതാവായ ബിഷപ്പ് ഈ മസ്ജിദ് അഖ്സയുടെ താക്കോൽ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാനല്ല ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പറയുന്നത്, അത് നിങ്ങളുടെ അമീർ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഖലീഫയെ അവിടേക്ക് ക്ഷണിക്കുന്ന രംഗമുണ്ട്. ചരിത്രത്തിന്റെ ഈ വശം കൂടി ഞാൻ ചേർത്തി പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് ക്ഷണിക്കുമ്പോ ഭൃത്യനെ കൂടെ കൂട്ടി ഒരു വാഹനത്തിൽ അങ്ങോട്ട് പോകുമ്പോ മാറി മാറി ഊഴമായി സ്വീകരിച്ച് മൃഗമാകുന്ന തന്റെ വാഹനത്തെ ഉപയോഗിച്ച് കുറെ സമയം നടക്കും, കുറെ സമയം ഇരിക്കും. അങ്ങനെ അതിന്റെ അതിർത്തിയിലെത്തുമ്പോ ഊഴം ഭൃത്യനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭൃത്യനോട് തുടരാൻ പറയുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലെ ഖലീഫമാരുടെ ഭരണാധികാരികളുടെ ലാളിത്യം, അവരുടെ വിനയം, അവരുടെ സ്വഭാവ മഹിമകൾ
ഈ ചരിത്രത്തെ ചേർത്ത് വായിച്ചുകൊണ്ട് ആളുകൾ എഴുതി ചേർത്ത തങ്കലിപികളാൽ ചരിത്രത്തെ പ്രിയപ്പെട്ടവർ അനാവരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ ചരിത്രത്തിൽ കാണാം 2 കിലോമീറ്റർ നീളത്തിൽ ചുവന്ന പരവതാനികൾ വിരിച്ച് ലോകത്തിലെ അംബാസഡർമാരും ബിഷപ്പുമാരുമെല്ലാം ഒരുങ്ങി നിൽക്കുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അംർ ഇബ്നുൽ ആസിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹുമ അവർക്ക് കോട്ടും സൂട്ടും ഒക്കെ കൊടുത്ത് അവിടെ കാത്തിരിക്കുന്ന ഒരു മഹനീയമായ രംഗമുണ്ടായിരുന്നു. ഞാൻ ഖുദ്സിന്റെ ചരിത്രം പറഞ്ഞപ്പോ ആ ചരിത്രത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു എന്ന് മാത്രം. എന്നിട്ട് ആ താക്കോൽ കൈമാറ്റം നടക്കുന്നുണ്ട്. ആ താക്കോൽ കൈമാറ്റം നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശേഷം അവിടെയുള്ള പ്രദേശങ്ങളും ചരിത്ര പ്രസിദ്ധമായ ഭാഗങ്ങളുമെല്ലാം കാണുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അസറിന്റെ സമയമാകുമ്പോൾ ഒരു ചർച്ചിനുള്ളിലാണ്. അവിടെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ വേണ്ട, ഇത് ഞാൻ നമസ്കരിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞ് നാളെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്ന് ആ പുറത്ത് നമസ്കാരത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ചരിത്രത്തിൽ കാണാം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇനിയും അതിന്റെ മണ്ണിൽ നമുക്ക് ജയപരാജയങ്ങളെ കാണാൻ പറ്റിയേക്കാം. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് നാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പാകെ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നവരാണ്. പക്ഷെ അവിടെ ഇന്ന് ഏറെ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ, 65,000-ത്തിലധികം ആളുകൾ മരിച്ചു വീഴുമ്പോൾ, ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ 20,000-ത്തോളം കുട്ടികളുടെ മരണമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് കണക്കിൽ വന്നത് മാത്രമാണ്. നാം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോൾ, സഹോദരങ്ങളെ നല്ല വസ്ത്രം വാങ്ങുമ്പോൾ, മനോഹരമായ വീടുകൾ കെട്ടുയർത്തുമ്പോൾ, ലോകത്തിന്റെ നാനാഭാഗത്ത് വേദനിക്കുന്ന മനുഷ്യരെ ഓർത്ത് നമുക്കെന്തു ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് നാം ആലോചിക്കണം. അമിതഭയവും തൂർത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം. ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർക്ക് വേണ്ടി മനസ്സു തട്ടി പ്രാർത്ഥനയാവണമെങ്കിൽ ആത്മാർത്ഥതയുണ്ടാവണമല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും അതിനാണല്ലോ നാം മനസ്സ് തട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ 5 നേരത്തെ നമസ്കാരവും കഴിഞ്ഞ് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കവേ ഞാനും നിങ്ങളുമൊക്കെ ഒരു 3 റക്അത്ത് നമസ്കരിക്കാൻ, ഒരു 5 റക്അത്ത് നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഉളുവോടുകൂടി നമസ്കാരം നിർവഹിച്ച് സുജൂദിലും നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഇരുത്തത്തിലും അവരെ കുറിച്ച് ആലോചിച്ച് അവർക്ക് വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവായ, എത്ര കൊടുത്താലും തീർന്നു പോകാത്ത ഖജനാവിന്റെ ഉടമയാകുന്ന ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. കൈകൾ ഉയർത്തി ചുണ്ടുകൾ വിതുമ്പുന്ന നിലയിൽ തൊണ്ടഗദ്ഗതമായി മനസ്സു തട്ടി സർവശക്തനായ റബ്ബിന്റെ മുന്നിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. അത് മാത്രമാണ് എനിക്ക് എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ നിരാലംബരായ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും, ഞാൻ യൂട്യൂബിൽ ഒരു കുട്ടി പറയുന്നത് ശ്രദ്ധിച്ചു. ഉപ്പ ചോദിക്കുകയാണ് വേദനിക്കുന്ന മോളോട്, കരയുന്ന മോളോട്, മോളെ നമുക്ക് ഇവിടം വിട്ട് മറ്റേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ വാപ്പയെ തടവിക്കൊടുത്ത്, സാരമില്ല ഉപ്പ, അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ, നമുക്ക് എങ്ങോട്ടും പോവേണ്ടതില്ല എന്ന് ചെറിയൊരു പ്രായമുള്ള, വളരെ ഒരു കൊച്ചു പ്രായമുള്ള കുഞ്ഞ് തൻ്റെ പിതാവിനോട് പറയുന്ന ആ നിമിഷം, ആ വാചകങ്ങൾ സത്യത്തിൽ അത് ഏത് മനുഷ്യന്റെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇന്ന് അവിടെ വേദന അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു ഫലസ്തീനിന്റെ പ്രശ്നമാണ്. അത് നമ്മെ ബാധിക്കുന്ന ഒന്നല്ല എന്ന നിലക്ക് നാം പുണ്യ സ്ഥലങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മക്കയും മദീനയും മാത്രം നമ്മുടെ മനസ്സിൽ അവസാനിക്കാൻ പാടില്ല. അത് ലോക മുസ്ലിങ്ങളുടെ പ്രശ്നമായി നാം അതിനെ കാണേണ്ടതുണ്ട്.
അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അവസാന വാചകങ്ങളുടെ ചുരുക്കം. അത് ലോക മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പ്രശ്നമാണ്. ആ നിലക്ക് അള്ളാഹു പരിശുദ്ധമായി വാഴ്ത്തപ്പെട്ട 3 അള്ളാഹുവിന്റെ വീടുകളിൽ ഒന്ന് അവിടെയാണുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ഇസ്രാ അവസാനിക്കുന്നതും മിഅ്റാജ് ആരംഭിക്കുന്നതും അവിടെ നിന്നാണ് അല്ലേ? ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് ഇമാമായി അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുന്നത് അവിടെയാണ്. അതിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ പറയുന്നത് ഇത് തുടർന്നു വന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യ പ്രബോധനത്തിന്റെ തുടർച്ചയാണ് എന്ന് ബോധിപ്പിക്കാനാണ് എന്ന് വിശദീകരിച്ച ആ ആളുകൾ വരെ പണ്ഡിതന്മാരിൽ കാണാൻ സാധിക്കും. ഖിബില അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യഘട്ടത്തിൽ തന്നെ വേണമെങ്കിൽ ഗ്രീനിച്ച് രേഖയിൽ ഭൂമധ്യരേഖയിൽ നിലകൊള്ളുന്ന ലോകത്താദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ കഅബാലയമാക്കി കൊടുക്കാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് മാസങ്ങളോളം 1 വർഷത്തിലധികം സമയം അല്ലേ പ്രിയപ്പെട്ടവരെ, വീണ്ടും മദീനയിൽ നിന്ന് നാം ആലോചിക്കണം. ആ ഖിബില ഈ പറയുന്ന ജെറൂസലമിന്റെ മണ്ണിലേക്ക് അള്ളാഹു നിലനിർത്തി കൊടുക്കുന്നത് ഇത് തുടർച്ചയുടെ ഭാഗമാണ് എന്ന നിലക്കാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയ്യ് പ്രകാരം സംസാരിച്ച ഒന്നാണ്. അവിടെ നമുക്ക് ചില വികാരങ്ങളുണ്ട്. അവിടെ ആ കുട്ടികൾ നാളെ ചിരിക്കുന്ന, സന്തോഷിക്കുന്ന, സഹോദരങ്ങൾ ആനന്ദിക്കുന്ന, അഭിമാനത്തോടു കൂടി അവിടെ നിലയുറപ്പിക്കുന്ന ഒരു സമയം വരാനുണ്ട് എന്ന നിലക്ക് നമ്മുടെ പ്രാർത്ഥന അത് അങ്ങോട്ട് ഉയരേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ സൂചിപ്പിച്ച കൊച്ചു കൊച്ചു വിഷയങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയങ്ങളാകട്ടെ, നമ്മുടെ പുതിയ തലമുറ വീണു പോകുന്ന ലഹരിയുടെ അല്ലെങ്കിൽ MDMA പോലെയുള്ള അതിമാരകമായ ലഹരിയുടെ മായാവൃത്തങ്ങളിലേക്ക് നമ്മുടെ മക്കൾ വീണു പോകുമ്പോൾ, ഇന്ന് അത് 7th-ലും 8th-ലും 9th-ലും കാണുമ്പോൾ പ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ കുരുന്ന മക്കളെ പോലും 60-ഉം 50-ഉം വയസ്സുള്ള ആളുകൾ MDMA-യുടെ ചെറിയ ചെറിയ അംശങ്ങളുമായി പിഞ്ചുമക്കളുടെ പേരക്കുട്ടികളുടെ പ്രായമുള്ളവരെ തേടി വരുമ്പോൾ നാം ഉണർന്നിരിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംസാരം നിങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാകും. ഒരു ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യുമ്പോൾ ആ വാക്കുകൂടി ഞാൻ പറയട്ടെ. എങ്ങനെയാണ് നീ 12 മണിക്ക് രാത്രി ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോകാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു, എങ്ങനെയാണ് അതിന് നീ പ്ലാൻ ഒരുക്കിയതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ സാധാരണ കുടിക്കുന്ന ജ്യൂസ് കുടിക്കുന്ന ഒരു കടയിലേക്ക് ഞാൻ അവളെ ക്ഷണിച്ചു. കോളേജ് വിട്ടതിന് ശേഷം അവൾ എൻ്റെ കൂടെ വന്നു. വേറെയും കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ 2 വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ആ മൈന്യൂട്ട് പോയിന്റ്, ഒരു പഞ്ചസാര തരിയുടെ പകുതി വലിപ്പമുള്ള ഒരു MDMA-യുടെ ഒരു പഞ്ചസാര തരി, അതിന് വലിയ മാജിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ ഒരു ജ്യൂസിലേക്ക് അവൾ അറിയാതെ അവനറിയാതെ കലർത്താൻ അതിന്റെ പകുതി വലിപ്പമുള്ള ഒരു MDMA-യുടെ മൈന്യൂട്ട് കഷ്ണം അത് ഞാൻ സംസാരത്തിനിടയിൽ ഈ ജ്യൂസിലേക്ക്, അവൾ കുടിക്കുന്ന ജ്യൂസിലേക്ക് ഞാൻ ഇട്ടു. 12 മണിക്ക് അവൾ വിളിക്കുന്നു. എന്ത് ജ്യൂസാണ് നമ്മൾ ഇന്ന് കുടിച്ചത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഇങ്ങനൊരു ജ്യൂസ് കുടിച്ചിട്ടില്ല. വല്ലാത്ത, എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ രോമം എഴുന്നേറ്റ് നിൽക്കുകയാണ്, എനിക്കൊരു പ്രത്യേക ആവേശം വരുന്നു, എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം. അടുക്കള വാതിൽ തുറന്ന് ഞാൻ പിറകുവശത്തു കൂടി വരാം, നീ വാഹനം കൊണ്ടുവാ. ഇത് ലഹരിക്കെതിരെ നടക്കുന്ന ഒരു ക്യാമ്പിൽ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ്. ആ പെൺകുട്ടി ഇറങ്ങിപ്പോവുകയാണ്. ഉമ്മമാരെ, നമ്മുടെ മക്കൾ കോളേജ് കുട്ടികളുടെ കൂടെ ഇതൊക്കെ ഇന്നത്തെ ലോകത്ത് ഒരുമിച്ചിരുന്നൊരു ജ്യൂസ് കുടിക്കുന്ന ഒരു പ്രശ്നമാണോ? ഇത്രയും മോശപ്പെട്ട വേഷവിധാനങ്ങളും ഈ സാമൂഹ്യ അന്തരീക്ഷങ്ങളും നിലനിൽക്കുമ്പോൾ ഒരു കടയിൽ കയറി ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്നത് വലിയ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നവർ, പതിയിരിക്കുന്നു അപകടങ്ങൾ. നമ്മളറിയാത്ത വിധത്തിൽ നമ്മുടെ മക്കളെ ഈ ലഹരിയുടെ MDMA-യുടെ ഏറ്റവും വൃത്തികെട്ട, അതിൻ്റെ ഡെപ്തായ, ആഴമേറിയ, അഗാധമായ, ഗുരുതരമായ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ കെടികളും ഒരുക്കി കാത്തിരിക്കുന്ന നീരാളി കൈകൾ ചുറ്റുമുണ്ട്. നടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും പ്രിയപ്പെട്ടവർ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ കാല് തെറ്റി വീഴുന്നത് ഇത്രയും വലിയ അപകടത്തിലേക്കാണ് എന്ന് ഓർക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. റബ്ബ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഞാൻ നേരത്തെ അതിവേഗതയിൽ സംസാരിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ല തജിദന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ല നീട്ടി പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തി വായിക്കണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ഏറ്റവും വേഗത്തിലുള്ള പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഫലസ്തീനിൽ വേദനിക്കുന്ന ഞങ്ങളുടെ അനിയത്തിമാർ കരിയന്മാർക്ക് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായ ബലാത്സംഗം ചെയ്യുന്നു എന്ന് കൈമലർത്തി പറയുന്ന ഞങ്ങളുടെ സോദരിമാർക്ക് അള്ളാഹുവേ, നീ നിർഭയത്വവും ആശ്രയവും സമാധാനവും അഭയവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു അവർക്കൊരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. റബ്ബേ, നിന്റെ ഖുർആനും അള്ളാഹുവേ നിന്റെ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലൂടെ പഠിപ്പിച്ചു തന്ന ആ തിരുസുന്നത്തുകളും ജീവിതത്തിൽ പാലിക്കുന്ന ഉറച്ചു നിൽക്കുന്ന ഖൽബ് പതറിപ്പോവാതെ നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഇൽമും അറിവും അള്ളാഹു അത് പറയാനും ബോധിപ്പിക്കുവാനുമുള്ള സന്ദർഭവും സാഹചര്യവും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഇത് പറയുന്നവരെ ഒരു പഴഞ്ചൻ ആളുകളാക്കി 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കയറാത്ത ആളുകളായി ചിത്രീകരിക്കുമ്പോൾ അവരുടെ വീടുകളിൽ അങ്ങനെ സംസാരിച്ചവരുടെ വീടുകളിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് തിരുത്തി പറഞ്ഞവരുണ്ട്. ഇപ്പോഴും ബോധ്യമാവാത്ത ധാരാളം ആളുകളുണ്ട്. അവിടേക്ക് ഈ സത്യകാര്യങ്ങളെ നീ എത്തിച്ചു കൊടുത്ത് ഞങ്ങളുടെ പ്രബോധനത്തെ വിജയിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി നേരത്തെ സംസാരിച്ചതുപോലെ ഈ ഇന്നത്തെ സംസാരത്തിന്റെ ഏറ്റവും പ്രധാന വിഷയമാകുന്ന ആ വിഷയത്തിലേക്കുള്ള സമ്മേളനത്തിന്റെ ഏറ്റവും പ്രോജ്വലമായ മുഖമാണ് ഇനിയുള്ളത്. എല്ലാവരും അത് പൂർണ്ണമായി കേട്ടുകൊണ്ടായിരിക്കണം. നമ്മുടെ പണ്ഡിതനായ ഫൈസൽ മൗലവിയുടെ സംസാരത്തിന് കാതോർത്തുകൊണ്ടാകണം നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.